ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഹാന കൃഷ്ണകുമാറിന്റെ ഓൺലൈൻ ബൊട്ടിക് അതാണല്ലോ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം. മറ്റു പല ഓൺലൈൻ ബൊട്ടിക്കുകളുടെ പേജിലും 4000 രൂപയ്ക്കും 5000 രൂപയ്ക്കും ലഭിക്കുന്ന സാരികൾ അഹാന കൃഷ്ണകുമാറിന്റെ ഓൺലൈൻ ബൊട്ടിക്കിൽ വരുമ്പോൾ 10000 രൂപയ്ക്കും 15000 രൂപയ്ക്കും വിൽക്കുന്ന മാജിക് നമ്മളെല്ലാവരും ഇന്നലെ ചർച്ച ചെയ്തതാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനും ഒരു വീഡിയോ ചെയ്തതാണ്. എനിക്ക് ഈ സാരികളെ കുറിച്ച് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് രേണു റിയാക്ട് എന്ന് പറയുന്ന ചാനലിൽ അത് രേണു ചേച്ചി ഈ ഒരു സാരിയുടെ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുന്ന പോർഷനും, അതുകൂടാതെ സാവിറ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ബുട്ടിക്കിന്റെ പേജിൽ അതിന്റെ ഉടമയായിട്ടുള്ള മീര എന്ന് പറയുന്ന ചേച്ചി പങ്കുവെച്ച ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് എൻ്റെ വീഡിയോ ചെയ്തത്. എന്തായാലും അതിനുശേഷം ഇന്ന് രാവിലെയാണ് സത്യം പറഞ്ഞ ഈ ഒരു മീരയുടെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് കാണുന്നത്. എൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുൻപ് പൂർണ്ണമായിട്ടും ആ ഒരു വീഡിയോ കണ്ട് അത് ബൈ ഹാർട്ടായിട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം വരില്ലായിരുന്നു. എന്നിരുന്നാലും ഒരു വീഡിയോ ചെയ്യേണ്ട സാഹചര്യം അനിവാര്യമായിട്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഓൺലൈൻ ബൊട്ടിക്കുകാരെല്ലാം കൂടി ഒന്നിച്ചു യൂട്യൂബേഴ്സിനെതിരെ അഹാന കൃഷ്ണകുമാറിനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത എല്ലാവർക്കും ഭീഷണി വന്നു തുടങ്ങി. രേണു റിയാക്ട് എന്ന് പറയുന്ന ചാനലിൽ രേണു ചേച്ചി ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയുടെ കുറച്ച് പോർഷൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. അഹാനനെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഞാൻ കഴിഞ്ഞ ദിവസം അവരുടെ കച്ചവട കള്ളത്തരത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. നേരിട്ടോ പരോക്ഷമായോ അവർ കമന്റ് ബോക്സിൽ വന്നോ ഒന്നും ഇതിനോട് റിയാക്ട് ചെയ്യുന്നില്ലെങ്കിലും അഹാനയുടെ കുറച്ച് ശിങ്കടികൾ പണിയുമായിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. വർഗസ്നേഹം കാണിക്കാതിരിക്കാൻ കുറച്ചു പേർക്ക് പറ്റില്ലല്ലോ. അവരുടെ വീഡിയോയിൽ തന്നെ ഇത് അഹാനയുടെ പേജിൽ കണ്ട അതേ സാരിയാണെന്നും പറഞ്ഞ് പബ്ലിക്കിലോട്ട് ഇറക്കി വിടുന്നു. അതിനെ താരതമ്യം ചെയ്ത് കച്ചവടത്തിലെ കള്ളത്തരങ്ങൾ നമ്മൾ പുറത്തോട്ട് കൊണ്ടുവന്നപ്പോൾ ഇപ്പൊ നമ്മൾ കുറ്റക്കാരായി. സാരി കച്ചവടം നടത്തുന്ന അവരൊക്കെ ഒറ്റക്കെട്ടും. ഇതെങ്ങനെ ശരിയാവും? നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നോളൂ, എന്നാലും സത്യം ഒന്നല്ലേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഭയപ്പെടുത്തിയാലും ചാനൽ പൂട്ടിക്കുമെന്ന് മെസ്സേജ് അയച്ചാലും ഒന്നും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആരും ഇത് നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ ഫോളോ ചെയ്യുന്ന, നിങ്ങളെയും ഫോളോ ചെയ്യുന്ന നല്ല കുറെ മനുഷ്യർക്ക് വേണ്ടി, കസ്റ്റമേഴ്സിന് വേണ്ടി തന്നെയാണ് നമ്മളും സംസാരിക്കുന്നത്. ലാഭം എടുക്കാം, അതിനൊരു മര്യാദയൊക്കെ വേണം. കൊള്ള ലാഭം എടുത്ത് മലയാളികളെ കൊന്നു തിന്നാനായിട്ട് ശ്രമിച്ചാൽ അതെല്ലാവർക്കും അനുവദിച്ചു തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് തന്നെയാണ് പറയാനുള്ളത്. കൊള്ള ലാഭം എടുത്ത് മലയാളികളെ കൊന്നു തിന്നാമെന്ന് ആരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ അതൊട്ടും സമ്മതിക്കാണ്ട് പറ്റില്ല. പിന്നെ ഈ ചാനൽ പൂട്ടിക്കുക എന്നൊക്കെ പറയുന്നത് വെറും ഭീഷണി മാത്രമാണ്. കാരണം ഒന്ന് ഈ ഒരു ചാനൽ പോയി കഴിഞ്ഞാൽ അടുത്ത ചാനലുമായിട്ട് ഞങ്ങൾ വരും. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ഈ ഒരു ചാനൽ കൂടാതെ ബാക്കപ്പായിട്ട് മറ്റൊരു ചാനലും കൂടി ഉണ്ട്. ഞാൻ അതും കൂടി പാരലായിട്ട് റൺ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൂടാതെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും എല്ലാം ഞങ്ങൾ വീഡിയോ ചെയ്യുന്നവരുണ്ട്. ഞാനാണെങ്കിൽ ട്വിറ്ററിനകത്ത് വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ധാരാളം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്തെല്ലാം കൃത്യമായിട്ട് ഈ ചെയ്യുന്ന വീഡിയോസിന്റെ പോർഷൻസ് ആണെങ്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാനൽ പൂട്ടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് വെറും ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ്. എന്നാൽ നമുക്ക് ഇന്നലെ മീര ഈ ഒരു വിഷയത്തെക്കുറിച്ച് നടത്തിയ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് കുറച്ച് കണ്ടുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകാം. ഞാൻ അഹാന കൊണ്ടുവന്ന സെയിം സാരി എന്റെ പേജിൽ പ്രൈസ് കുറച്ചു കൊടുത്തു. അഹാനയുടെ പേജിൽ അത് ഭയങ്കര റേറ്റിലാണല്ലോ കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ എന്തോ വീഡിയോ ആരൊക്കെയോ പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് കുറച്ച് മെസ്സേജസ് വന്നു. 2 പിക്ചേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരേ ക്വാളിറ്റിയിലാണ് ആ സാരീസ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് മറ്റേ ബ്ലൈൻഡ് ആയിട്ട് എങ്ങനെയാ പറയാൻ പറ്റുന്ന? ഇപ്പൊ ട്രാവൽ എക്സ്പെൻസ്, പിന്നെ നമ്മൾ ഏത് രീതിയിൽ അത് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു. ഇപ്പൊ ഒരാളെയൊക്കെ ഹയർ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ കോസ്റ്റ്, അങ്ങനെ പല ഫാക്ടേഴ്സ് വെച്ചിട്ട് ഡിസൈഡ് ചെയ്തിട്ടാണ് ഒരു സാരിയുടെ കോസ്റ്റ് നമ്മൾ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഈ നാട്ടിലുള്ള ഒരു സാധാരണക്കാരൻ ബൂസ്റ്റ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉപയോഗിക്കത്തില്ല. കാരണം മറ്റൊന്നുമല്ല, സച്ചിൻ ടെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, MS ധോണി, വിരാട് കോഹ്ലി തുടങ്ങിയ സ്പോർട്സ് താരങ്ങളാണ് ഈ പറയുന്ന ബൂസ്റ്റിന്റെ പരസ്യങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബൂസ്റ്റിന്റെ ഒക്കെ വില കുറഞ്ഞത് ഒരു 50,000 രൂപയാക്കി വിറ്റാലേ ഉള്ളൂ അവർക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. കാരണം കോടിക്കണക്കിന് രൂപ കൊടുത്താണ് ഇവരെയൊക്കെ ഈ പറയുന്ന പരസ്യത്തിനകത്ത് അഭിനയിപ്പിക്കുന്നത്. എന്റെ മീര, ഒരു ന്യായീകരണമായിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ അല്പം കോമൺ സെൻസ് കാണിക്കണം. എന്തായാലും ബാക്കിയും കൂടി കാണാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരു കാര്യമുണ്ട്, ബ്രാൻഡ് വാല്യൂ. അഹാനയോ അല്ലെങ്കിൽ ഇഷാനി ആണെങ്കിലും അവരുടെ ഫാമിലിയിൽ ആർക്കാണെങ്കിലും ആ ഒരു വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണല്ലോ വലിയ വലിയ ബ്രാൻഡ്സ് തൊട്ട് അവരെ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. അപ്പം ആ ഒരു ബ്രാൻഡ് വാല്യൂ അവർക്കുണ്ട്. അപ്പൊ അതും അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല, അത് മോശമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് അവരുണ്ടാക്കിയെടുത്തതാണ്. അവരുടെ ഹാർഡ് വർക്കിലൂടെയും കൺസിസ്റ്റൻസിയിലൂടെയൊക്കെ അവർ ഉണ്ടാക്കിയെടുത്തതാണ് അവരുടെ ബ്രാൻഡ് വാല്യൂ. അപ്പൊ അവരത് യൂട്ടിലൈസ് ചെയ്യുന്നു. ഈ ബ്രാൻഡ് വാല്യൂ സമ്മതിച്ചു, അത് അവരുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ്. ആ ഒരു കഷ്ടപ്പാടിന്റെ ഫലം അവർക്ക് നൽകിയത് ആരാണ്?
ഈ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. ആ ജനങ്ങളെയാണ് അവർ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നത്. മറ്റ് പല ബൊട്ടിക്കുകളുടെ പേജുകളിലും വെറും 4000 രൂപയ്ക്കും 5000 രൂപയ്ക്കും വിൽക്കുന്ന സാരി ഇവിടെ കൊണ്ട് 10000 രൂപയ്ക്കും 15000 രൂപയ്ക്കും വിൽക്കുന്നു. അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. ഞങ്ങൾക്കാർക്കും അവരോട് യാതൊരു വിരോധവുമില്ല. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങളോട് ഒരു വിരോധവുമില്ല. നാളെ നിങ്ങളാണെങ്കിൽ ഈ ഒരു തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എടുത്തിട്ട് അലക്കും. അതിനകത്ത് യാതൊരു മടിയില്ല. എന്നാൽ ഈ ഒരു മീരെ രേണുചേച്ചിക്കെതിരെ സംസാരിക്കാൻ പ്രേരിപ്പിച്ച ആ ഒരു ഇൻസിഡന്റ് അതെന്താണെന്ന് നമുക്ക് കണ്ടുപോകാം. ഇത് 2000 രൂപയ്ക്ക് ഇവിടെ വിൽക്കുന്ന അതേ സാരി അഹാനയുടെ പേജിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 7000-നും 8000-നും 10000-നും ഒക്കെയാണ്. ഇത്രയധികം വ്യത്യാസം ഒരേ സാധനത്തിന് തന്നെ മേടിക്കാൻ ഇവർ കൊള്ള ലാഭം നേടാനല്ലേ ശ്രമിക്കുന്നത്. ഇനി അന്ധമായിട്ട് അഹാദിഷികേനെ, സിയേനെ, അഹാനേനെ ഒക്കെ സ്നേഹിക്കുന്ന ആൾക്കാർ പറയും അത് വേറൊരു മെറ്റീരിയൽ, ഇത് വേറൊരു മെറ്റീരിയൽ എന്നൊക്കെ. ഈ ഓർഗൻസ എന്ന് പറയുന്ന ഒരു ഒറ്റ മെറ്റീരിയലാണ്. ഓർഗൻസയ്ക്ക് അങ്ങ് ഹൈ എൻഡിൽ നിൽക്കുന്ന ലക്ഷറി ഓർഗൻസയും അങ്ങ് താഴെ നിൽക്കുന്ന ലോക്കൽ ഓർഗൻസയും ഒന്നും ഇല്ല. ആദ്യം കാണിച്ച 2 സാരികളും ഓർഗൻസയാണ്. സെയിം കളറാണ്. അഹാന തയ്പ്പിച്ചിരിക്കുന്ന ബ്ലൗസിന്റെ കളർ ഗ്രീൻ ആണെങ്കിൽ മിഥില തയ്പ്പിച്ചിരിക്കുന്ന ബ്ലൗസിന്റെ കളർ ക്രീം. അത്രയേ വ്യത്യാസമുള്ളൂ. സോ ഈ ഒരു വിഷയമാണ് ഈ പറഞ്ഞ മീരയെ ചൊടിപ്പിച്ചത്. സത്യം പറഞ്ഞ മീരയ്ക്ക് ഈ ഒരു വിഷയത്തിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. കാരണം മീരയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഇവർ സാരിയുടെ ഒരു വീഡിയോ എടുത്തു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഈ പറയുന്ന രുക്മിണി സെഗ്മെന്റിൽ അഹാന കൃഷ്ണകുമാർ അവതരിപ്പിച്ച സാരി അല്ല ഈ പറയുന്ന രേണു റിയാക്ട് ഉൾപ്പെടെയുള്ള ആളുകൾ എടുത്തു വെച്ച് വീഡിയോ ആക്കിയത്. നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ. അഹാന കൃഷ്ണയുടെ പേജിൽ നിങ്ങൾ ഇത് കണ്ടു കാണും. നോക്കണ്ടടാ ഉണ്ണി, സെയിം ബട്ട് ഡിഫറെന്റ്. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു സ്പെഷ്യൽ സാരിയാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അഹാനയുടെ സെയിം മോഡല് ഞാൻ തൂക്കിയിട്ട് ഇപ്പൊ വീഡിയോ ആയിട്ട് വന്നേക്കുവാണെന്ന്. ബട്ട് അല്ല, എന്റെ കയ്യിൽ ഈ സാരി ഞാൻ എക്സ്പോ നടത്തിയ ടൈമിലേ ഉണ്ടായിരുന്നു. ആ വീഡിയോ പേജിലുണ്ട്. ഡൗട്ട് ഉള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാം. എന്ത് ചെയ്യാനാ, എനിക്കും അഹാനയ്ക്കൊക്കെ ഒരേ ടേസ്റ്റ് ആയതുകൊണ്ടേ. പക്ഷെ അഹാനയുടെ സെയിം കളർ അല്ല നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന 2 കളേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓൾറെഡി സാരി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഒരു ലാവൻഡർ ഡബിൾ ഷെയ്ഡ് വരുന്ന കോട്ട സാരിയാണിത്. ഓൾ ഓവർ ദ ബോഡിയിൽ സ്കാറ്റേർഡ് ആയിട്ട് മിറർ വർക്ക് വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിന്റഡ് വരുന്ന ബ്ലൗസും. സോ ഈ ഒരു വീഡിയോ ആണ് ഇന്നലെ ഈ പറയുന്ന യൂട്യൂബേഴ്സ്, അതായത് രേണു റിയാക്ട് ഉൾപ്പെടെയുള്ള ചാനലുകാർ ഈ പറയുന്ന സാബിറ എന്ന് പറയുന്ന ബൊട്ടിക്കിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ സാബിറയുടെ ഉടമസ്ഥയായിട്ടുള്ള ഈ പറയുന്ന മീര ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നത്. സത്യം പറഞ്ഞാൽ എന്തിനാണ് ഇവർ ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോക്കകത്ത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം രേണു റിയാക്ടിന്റെ വീഡിയോ ഞാൻ ഇന്നും കണ്ടതാണ്. അതിനകത്ത് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് സാരി സ്റ്റോറി ബൈ മിഥില എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് വന്നിരിക്കുന്ന സാരിയാണ് ഈ രുക്മിണി സെഗ്മെന്റിൽ ഈ പറയുന്ന അഹാന കൃഷ്ണ അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ 2 സെയിം കളർ, സെയിം പാറ്റേൺ. ഈ ഒരു സാരിയുമായിട്ട് ഇതിന് യാതൊരു തരത്തിലുള്ള പുലബന്ധവും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സാരികളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അറിയത്തില്ല. ഞാൻ നോക്കിയിട്ട് യാതൊരു സിമിലാരിറ്റിയും ഈ ഒരു സാരിക്ക് ഈ രുക്മിണി സെഗ്മെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്ന സാരിയുമായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, ഞാൻ ഈ ഒരു കാര്യത്തിൽ വലിയ എക്സ്പേർട്ടൊന്നുമല്ല. എന്നാൽ നമുക്ക് ഇന്നലെ രേണു റിയാക്ടിന് മറുപടിയായിട്ട് ഈ പറയുന്ന മീര അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയുടെ ബാക്കി ഭാഗം കൂടി ഒന്ന് കണ്ടു നോക്കാം. ഞാൻ 2 വീഡിയോസ് ആണ് കണ്ടത്. 2 വീഡിയോസ് പോസ്റ്റ് ചെയ്ത ആൾക്കാർ ആരും തന്നെ എന്റെ കൺസെന്റോടെ അല്ല ആ വീഡിയോസ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്കറിയാം ഇത് സോഷ്യൽ മീഡിയ ആണെന്നും നമ്മുടെ വീഡിയോസ് ഒക്കെ ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എന്റെ പ്രശ്നം അതല്ല. ഞാൻ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതായത് സെയിം ബട്ട് ഡിഫറെന്റ് എന്നൊരു വേർഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് എന്റെ പേജിൽ ഇപ്പോഴും ആ വീഡിയോ കിടപ്പുണ്ട്. ഡൗട്ട് ഉള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാം. ഞാൻ എവിടെയും ക്ലെയിം ചെയ്തിട്ടില്ല അഹാനയുടെ സെയിം സാരിയാണ് ഇതെന്ന്. ഞാൻ എവിടെയും ക്ലെയിം ചെയ്തിട്ടില്ല. ഈ യൂട്യൂബിൽ പ്രൈസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ വീഡിയോസ് യൂസ് ചെയ്ത് ഞാൻ 2 വീഡിയോസ് ആണ് അങ്ങനെ കണ്ടത്. അവർ 2 പേരും എന്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടില്ല, അതായത് ഇത് സെയിം സാരിയാണോ, ഇതിന്റെ ഡിഫറൻസ് എന്താണ്, ഈ പ്രൈസിന് വേരിയേഷൻ വരാൻ റീസൺ എന്നൊന്നും എന്നോട് വന്ന് ചോദിച്ചിട്ടില്ല. അവരുടെ ഇഷ്ടത്തിന് എന്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. എന്നിട്ട് പ്രൈസ് കുറവാണെന്നും പറഞ്ഞ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു. ഒരു പുള്ളിക്കാരൻ മാത്രമാണ് എന്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ ഒരു എന്താ ഇതിന് നിങ്ങളുടെ സെയിം തന്നെയാണോ അഹാന ഇട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരാൾ മാത്രമേ എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചിട്ടുള്ളൂ. ആ പുള്ളിക്ക് ഞാൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിപ്ലൈ കൊടുത്തു എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഒരു പുള്ളിക്കാരി വന്നിരുന്ന് പറയുന്നുണ്ട് കൂടിയ ഓർഗാൻസ കുറഞ്ഞ ഓർഗാൻസ അങ്ങനെയൊന്നുമില്ല. ഓർഗാൻസ ഒരു മെറ്റീരിയൽ ആണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഓർഗാൻസ ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ അതിൽ കൂടിയ ഓർഗാൻസ കുറഞ്ഞ ഓർഗാൻസ അങ്ങനെ ഒന്നുമില്ല. എല്ലാം ഒരൊറ്റ ഓർഗാൻസേ ഉള്ളൂ. അങ്ങനല്ല. സിന്തറ്റിക് ഓർഗാൻസ, ഇപ്പൊ പ്യുവർ ഓർഗാൻസ, എംബ്രോയിഡറി ചെയ്യുന്ന ഓർഗാൻസ, പിന്നെ ടിഷ്യൂ ഓർഗാൻസ, അങ്ങനെ പറഞ്ഞ് ഓർഗാൻസയ്ക്ക് തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ റേറ്റ് ആയിരിക്കും. സിന്തറ്റിക് ഓർഗാൻസയൊക്കെയും പ്യുവർ ഓർഗാൻസയൊക്കെ തമ്മിൽ അജഗജാന്തരമായിട്ടുള്ള ഡിഫറൻസസ് വരാം. കുറച്ചൊക്കെ ഒന്ന് റിസർച്ച് ചെയ്ത് വന്നിരുന്ന് പറയുമായിരുന്നെങ്കിൽ
കുറച്ചും കൂടെ ബെറ്റർ ആണ്. ആരെങ്കിലും ഒക്കെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എന്തൊക്കെയൊക്കെയോ വന്ന് കയറിയിരുന്ന് പറഞ്ഞ് ബാക്കിയുള്ള നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ. കസ്റ്റമേഴ്സ് ആണ് തീരുമാനിക്കേണ്ടത് എവിടുന്ന് വാങ്ങണം, ആരുടെ അടുത്തുനിന്ന് വാങ്ങണം. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ വരുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, അത് ഏത് പേജിലാണോ കാണുന്നത് അവിടുന്നാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത്. നിങ്ങളുടെ ചോയ്സസ് മാത്രമേ അതിൽ വരാൻ പാടുള്ളൂ. അതിൽ പുറത്തുനിന്നുള്ള ഇൻഫ്ലുവൻസസ് ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ മേഡം, നിങ്ങളും ഈ പറയുന്ന ജനങ്ങളെ പറ്റിക്കുകയല്ലോ. യൂട്യൂബേഴ്സ് ശരിയാണ്, അവർ റിസർച്ച് ചെയ്യാതെയാണ് ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്തത്. നിങ്ങൾ നിങ്ങളുടെ വീഡിയോക്കകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ട് സെയിം ബട്ട് ഡിഫറെന്റ്. ആ ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോക്കകത്ത് പോലും നിങ്ങൾ എന്താണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഡിഫറൻസ് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ഒരു വീഡിയോ 3-4 വട്ടം ഇന്ന് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എവിടെ എന്താണ് ഇതിന്റെ ഡിഫറൻസ്? അതിനെക്കുറിച്ച് നിങ്ങൾ ഈ ഒരു വീഡിയോക്കകത്തും പറഞ്ഞില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറയണമായിരുന്നു എന്താണ് നിങ്ങളുടെ പ്രോഡക്റ്റും ഈ പറയുന്ന അഹാന കൃഷ്ണകുമാറിന്റെ പ്രോഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. അത് പറയാണ്ട് നിങ്ങൾ തയ്യാറാവാത്തപ്പോൾ നിങ്ങളും ഈ നാട്ടിലുള്ള ജനങ്ങളെ പറ്റിക്കുകയല്ലേ ചെയ്യുന്നത്? ഒരു ഡൗട്ട് മാത്രമാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ രേണു ചേച്ചിക്ക് പറയാനുള്ളത് കൂടി നമുക്ക് കണ്ടു നോക്കാം. വന്നിരുന്ന് പറയുന്നുണ്ട് കൂടിയ ഓർഗാൻസ കുറഞ്ഞ ഓർഗാൻസ അങ്ങനെയൊന്നുമില്ല. ഓർഗാൻസ ഒരു മെറ്റീരിയൽ ആണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഓർഗാൻസ ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ അതിൽ കൂടിയ ഓർഗാൻസ കുറഞ്ഞ ഓർഗാൻസ അങ്ങനെ ഒന്നുമില്ല. എല്ലാം എന്തോ ഒരൊറ്റ ഓർഗാൻസേ ഉള്ളൂ. അങ്ങനല്ല. സിന്തറ്റിക് ഓർഗാൻസ, ഇപ്പൊ പ്യുവർ ഓർഗാൻസ, എംബ്രോയിഡറി ചെയ്യുന്ന ഓർഗാൻസ, പിന്നെ ടിഷ്യൂ ഓർഗാൻസ, അങ്ങനെ പറഞ്ഞ് ഓർഗാൻസയ്ക്ക് തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ റേറ്റ് ആയിരിക്കും. സിന്തറ്റിക് ഓർഗാൻസയൊക്കെയും പ്യുവർ ഓർഗാൻസയൊക്കെ തമ്മിൽ അജഗജാന്തരമായിട്ടുള്ള ഡിഫറൻസസ് വരും. ശരിയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു. ഓർഗാൻസ എന്ന് പറയുന്നത് ലക്ഷറി ഓർഗാൻസ, ലോക്കൽ ഓർഗാൻസ അങ്ങനെയൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ പറയുന്നത് പോലെ ഒരു ബൊട്ടീക്കിന്റെ ഓണർ സംസാരിക്കുന്ന അത്രയും ടെക്നിക്കലി സംസാരിക്കാൻ ഒരു സാധാരണ കൺസ്യൂമറിനോ കസ്റ്റമറിനോ സാധിക്കില്ല. എന്നിരുന്നാലും അത് റിസർച്ച് ചെയ്ത് ഞാൻ ചെയ്യേണ്ടതായിരുന്നു. ശരി, നിങ്ങൾ പറയുന്നത് പോലെ സിന്തറ്റിക് ഓർഗാൻസ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പർട്ടിക്കുലർ ഓർഗാൻസ എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ക്യാപ്ഷനകത്ത് അല്ലെങ്കിൽ എക്സ്പ്ലനേഷനകത്ത് അത് അങ്ങനെ വിശദീകരിച്ചില്ല? അഹാനയുടെ രുക്മിണി എന്ന പേരുള്ള സാരിക്കും സാരി സ്റ്റോറീസ് ബൈ മിഥില എന്ന് പറഞ്ഞ ആ പേജിനകത്ത് കാണുന്ന സാരിയുടെ എക്സ്പ്ലനേഷനും കൊടുത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ്. സോ അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. എന്താണ് ഇതിനകത്ത് ഡിഫറൻസ്? അതൊന്ന് പറഞ്ഞു തരാമോ? അത് പറഞ്ഞു തന്നിട്ട് നിങ്ങൾ കുറ്റപ്പെടുത്തുക ആവശ്യം പോലെ. ഞങ്ങളത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. എന്താണ് നിങ്ങളുടെ പ്രോഡക്റ്റും അഹാന കൃഷ്ണകുമാറിന്റെ പ്രോഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം? എന്തുകൊണ്ട് ഈ ഒരു വില വ്യത്യാസം വരുന്നു? അതിനെക്കുറിച്ച് നിങ്ങൾ പറയേണ്ടത് തയ്യാറാണോ? നിങ്ങളുടെ ഈ എക്സ്പ്ലനേഷൻ വീഡിയോക്കകത്ത് ഇതിനെക്കുറിച്ച് കമ എന്നൊരക്ഷരം നിങ്ങൾ മിണ്ടുന്നില്ല. പിന്നെ നിങ്ങൾ ഈ എക്സ്പ്ലനേഷൻ വീഡിയോ ഇറക്കിയത് കൊണ്ട് എന്താണ് പ്രയോജനം? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഈ പറഞ്ഞ യൂട്യൂബേഴ്സിന്റെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ചാനൽ അടിച്ച് കളയുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്താം. അതിനപ്പുറം ഒരു പുണ്ണാക്കം ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി പാരലായിട്ട് വേറെ ചാനലുകളുണ്ട്. എനിക്ക് തന്നെ ഒരു 5-8 ചാനൽ സ്റ്റോക്ക് ഇരിക്കുക. അതിനകത്ത് 2 ചാനലാണ് ഇപ്പോൾ ആക്റ്റീവായിട്ട് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒന്ന് പോയാൽ അടുത്തത് വേറൊരു ചാനൽ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജാണെങ്കിലും ഇൻസ്റ്റാഗ്രാം പേജാണെങ്കിലും ധാരാളം കയ്യിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അതെല്ലാം തുടങ്ങി വെച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഈ പണിക്ക് ഇറങ്ങിയത്. കാരണം ഞങ്ങൾക്കറിയാം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ചെന്ന് ഞങ്ങൾ കൈ വെക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് ഞങ്ങൾക്ക് പണി തരുമെന്ന്. അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഈ ചാനലും തുറന്നു വെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ശരി, ബൈ.